നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഇവിടെ KPCC എന്ന് പറയുന്ന വലിയൊരു സംവിധാനം ഈ വെള്ളപ്പേപ്പറിൻ്റെ പിന്നിൽ നോട്ടീസിൻ്റെ പിന്നിൽ കണക്കെഴുതിക്കൊണ്ടുവന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചു. പലപ്പോഴും അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ UDF സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെത്ര പിരിച്ചു, LDF എത്ര പിരിച്ചു, ശവന്തൂക്ക്. കഴിഞ്ഞ ദിവസം രാജു പി നായർ എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ കിടന്നുകൊണ്ട് എന്തൊരു നിലവിളിയായിരുന്നു. ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ് കോൺഗ്രസ് ഇത്രത്തോളം തകർന്നു പോയത്. ഈ രീതിയിൽ ഒരു നോട്ടീസിൻ്റെ പുറകെ കണക്കെഴുതിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ സണ്ണി ജോസഫിനെ പ്രാപ്തനാക്കിയത് ഈ രാജു പി നായർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നു. വസീഫിനോട് DYFI എന്ത് ചെയ്തു? DYFIയുടെ മറ്റേ കണക്കുണ്ട്. ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ ചെയ്ത് വെച്ച് DYFIക്കാർ 20 കോടി നിക്ഷേപിച്ചു. ആ 20 കോടിയുടെ പലിശ എവിടെ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, DYFI എന്ന് പറയുന്ന ഒരു സംവിധാനം തീരെ ചെറിയ സംവിധാനമല്ല. അവർക്ക് ഈ പറയുന്ന പോലെ ദേഹത്ത് ചെളി പറ്റുമെന്നോ അഴുക്ക് പറ്റുമെന്നോ ഉള്ള തോന്നലെന്നുള്ള ആൾക്കാരെന്നുള്ള DYFIക്കാർ. അവരൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് 100% പൂർണ്ണ മനസ്സോടുകൂടി തന്നെയായിരിക്കും DYFIയുടെ പ്രവർത്തനം. അത് കതറിട്ടുകൊണ്ട് അവിടെ ജലബീരങ്കിയുടെ മുന്നിൽ പോയി നിന്ന് കളിക്കുന്ന കളിയല്ല DYFI നടത്തുന്ന കളി. ഇത് ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈ DYFIക്കാർ ഓരോ പരിപാടിയും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് 20 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളരെ നിഷ്പ്രയാസം പിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തുകയാണ് തെളിയിക്കപ്പെട്ടിരുന്നു. എവിടെ ആക്രി പെറുക്കിക്കൊണ്ടിരുന്ന സമയം അവരെ ആക്രി പെറുക്കികളെന്ന് വിളിച്ചു, നിങ്ങൾ കളിയാക്കി. ഈ രാജു പി നായർ പറഞ്ഞാൽ ആക്രി സംഘടനയുടെയൊക്കെ തലപ്പത്തേക്ക് എത്തിക്കാൻ പറ്റിയ ആൾക്കാരാണ് DYFIക്കാരെന്ന്. ഒരു കുഴപ്പമില്ല. DYFI അത്രയ്ക്ക് ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു യുവജന സംഘടന തന്നെയാണ്. അപ്പോൾ അവർക്ക് ആക്രി പെറുക്കിയപ്പോൾ കളിയാക്കി. എന്തിനാണ് ആക്രി പെറുക്കുന്നത്? ബിരിയാണി ചലഞ്ച് നടത്തിയപ്പോഴും പായസ ചലഞ്ച് നടത്തിയപ്പോഴും പച്ചക്കറി ചലഞ്ച് നടത്തിയ സമയത്തും നിങ്ങൾ കളിയാക്കി DYFIയെ. പക്ഷേ ആ DYFIക്ക് ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വഴിയിൽ വീണുപോയ ആ ഉരുളെടുത്തുകൊണ്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾ കയറി കിടക്കാൻ നല്ലൊരു കിടപ്പാടമാണ് DYFI ആഗ്രഹിച്ചത്. അല്ലാതെ ഒരുത്തിൻ്റെയും ഗർഭം കലക്കാൻ വേണ്ടിയിട്ട് ആ തുക ഉപയോഗിക്കില്ല എന്ന് DYFIക്കാർ അടിയുറച്ച് വിശ്വസിച്ചു. അതിൻ്റെ പേര് പിരിവെടുത്തു. DYFI എന്ന് പറയുന്ന സംഘടന 20 കോടി രൂപ സമാഹരിച്ചപ്പോൾ ഇവിടുത്തെ KPCC എന്ന് പറയുന്ന ഏറ്റവും വലിയ സംവിധാനം ഉണ്ടാക്കിയെടുത്തത് വെറും 5.5 കോടി രൂപ മാത്രമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതാണ് ആലോചിക്കേണ്ടത്. ആ DYFIക്ക് ജനം കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പകുതി 1/4 പോലും ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിക്കില്ല. അത് മനസ്സിലാക്കുക. DYFI ഇത് വേറെ സംവിധാനമാണെന്നേ നിങ്ങൾ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കൂ. വസീഫ് എന്ന് വളരെ കൃത്യമായി ഈ സണ്ണി ജോസഫ് എഴുതിക്കൊണ്ട് വന്ന പോലെ നോട്ടീസിൻ്റെ പിന്നിൽ കണക്കെഴുതിക്കൊണ്ട് വന്നല്ല, കൃത്യമായി 256ഓളം പേജുകളുള്ള ഈ പറയുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയാണ് ഈ വസീഫ് എന്ന് പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പോയി വരാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത് സമൂഹത്തിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ച നടക്കുന്ന ഒന്നാണ് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും നന്നായി നിങ്ങളൊക്കെ പ്രശംസിച്ച നിങ്ങളുടെയൊക്കെ പ്രശംസക്ക് ഇടയായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു സംഘടനയാണ് DYFI. ഞങ്ങൾ ദുരന്ത സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഏറ്റവും സജീവമായിട്ട് ഇടപെട്ടവരാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ തുടക്കത്തിൽ തന്നെ 29-ന് ഇത് സംഭവിച്ച് 30-ന് തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ കണ്ട് ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ 25-ൽ കുറയാത്ത വീട് നിർമ്മിച്ചു കൊടുക്കും, സർക്കാരുമായി സഹകരിച്ച് എന്ന് വളരെ കൃത്യമായി അവിടെ നിന്ന് പ്രഖ്യാപിച്ചതാണ്. അത് തന്നെ ഞങ്ങൾ പണം കണ്ടെത്തുന്നത് പിരിവിലൂടെയല്ല. ആക്രി ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, അതുപോലെ തന്നെ DYFIയുടെ പ്രവർത്തകർ, DYFIയുടെ സഖാക്കൾ അവരുടെ അധ്വാനം സംഭാവന ചെയ്ത് അങ്ങനെ ഈ സമൂഹത്തിൽ ഏറ്റവും ശക്തമായ ഒരു സംഘടന എന്നുള്ള നിലക്ക് DYFIയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് അധ്വാനത്തിലൂടെ സമാഹരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. അത് നിങ്ങളൊക്കെ ഞങ്ങളുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ നിങ്ങളൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചായക്കച്ചവടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്ലാവിന്റെ മുകളിൽ കയറി ചക്ക വലിച്ച് ചക്ക വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കല്ല് ചുമന്നിട്ടുണ്ട്. ആ കല്ല് ചുമന്ന ഞങ്ങളുടെ വാർത്തയും പടവും ഒക്കെ നിങ്ങളിൽ പലരും കൊടുത്തിട്ടുണ്ട്. മീൻ കച്ചവടം നടത്തിയിട്ടുണ്ട്. അച്ചാർ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട്. വീടുകളിൽ കയറി ഇറങ്ങി പഴയ പത്രങ്ങളും പ്ലാസ്റ്റിക്കും ഇരുമ്പും ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് അധ്വാനത്തിലൂടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് 20 കോടി രൂപയിലധികം സമാഹരിക്കുന്നത്.
ഞങ്ങളത് പട്ടത്തുള്ള കനറ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് തുറന്ന്, ഒരു പ്രത്യേക അക്കൗണ്ട് തുറന്ന് അതിലാണ് ഞങ്ങൾ ഈ പണം നിക്ഷേപിക്കാൻ പറയുന്നത്. ഞങ്ങളുടെ 213 ബ്ലോക്ക് കമ്മിറ്റികളോടാണ് ഞങ്ങൾ ഈ പണം അടക്കാൻ പറയുന്നത്. ഞങ്ങൾക്ക് വ്യത്യസ്ത ബ്ലോക്ക് കമ്മിറ്റികളുണ്ടല്ലോ. ആ ബ്ലോക്ക് കമ്മിറ്റികളോടാണ് ഞങ്ങൾ ഈ പണം അടക്കാൻ പറയുന്നത്. അങ്ങനെ അവര് ഈ പണം അവരുടെ എല്ലാം അക്കൗണ്ടിൽ നിന്ന്, അവരുടെ എല്ലാ പ്രദേശത്തു നിന്ന് കളക്ട് ചെയ്ത പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് അടക്കുകയാണ്. അങ്ങനെ അടച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയ തുകയിൽ കണ്ണൂർ ജില്ല മാത്രം, ഞാൻ പറയാം, ഇതൊക്കെ ഞങ്ങൾ തന്നെ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളുടെ എല്ലാ പണത്തിന്റെ കണക്കൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഓരോ ജില്ലയും പത്രസമ്മേളനം വിളിച്ച് അവരുടെ വിവിധ ബ്ലോക്കുകളിൽ നിന്ന് കിട്ടിയ കണക്കൊക്കെ പറഞ്ഞതാ. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം 3,78,80,390 രൂപ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2,65,13,131 കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് 2,14,77,273 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്ന് കിട്ടിയ കണക്കുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പണം തന്നത്. 3 കോടിക്ക് മേലെ, 3,78,80,390 രൂപ കണ്ണൂർ ജില്ല മാത്രം തന്നിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഇങ്ങനെ അടച്ച തുകയാണ്. എല്ലാം ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഇവരെല്ലാം ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക്, വെർച്വൽ അക്കൗണ്ടിലേക്ക്, കനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പണം അടച്ചതിന്റെ ഞാനിപ്പോൾ എല്ലാം പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നതാണ്. എത്ര പേജുണ്ട്? 266 പേജുണ്ട്. ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. 266 പേജുണ്ട് കനറ ബാങ്കിന്റെ. ഇത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ അക്കൗണ്ട് അല്ല. ഞങ്ങൾ ഈ പ്രവർത്തനത്തിന്, അതായത് ഈ സമയത്ത് വയനാടും അതോടൊപ്പം തന്നെ വിലങ്ങാട്, അതോടൊപ്പം കണ്ണൂരിലെ കൂത്തുപറമ്പിലൊക്കെ ഈ അപകടം ഉണ്ടായിരുന്നു. അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾ ആലോചിച്ചൊരു അക്കൗണ്ട് തുടങ്ങിയതാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടിയ പണത്തിന്റെ ഒരു കണക്കാണ് ഇത്. അതിൽ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയാണ് 47,17,315 രൂപ തന്നത്. 47,17,315. പയ്യന്നൂര് 33,18,907. ഇത് ആദ്യത്തിലുള്ള ഞങ്ങളുടെ കണക്കാണ്, എക്സൽ ഷീറ്റിലുള്ള ഞങ്ങളുടെ കണക്ക്. ഇങ്ങനെ ഓരോ ബ്ലോക്കും കമ്മിറ്റിയും ഇങ്ങനെ ഓരോ പണം തരുന്നതാണ്. അവര് ആദ്യം കിട്ടുന്ന പണം, കുറച്ച് കിട്ടുന്ന പണം, അങ്ങനെ അവരിങ്ങനെ അവരുടെ അക്കൗണ്ട് ത്രൂ ഇങ്ങനെ അടച്ചതിന്റെ രേഖയാണിത്. ഇത് 6-ാം മാസം ഓഗസ്റ്റ് 24-നാണ് ആദ്യം ഇതിലേക്ക് ഞങ്ങൾ ഈ അക്കൗണ്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഓരോ ബ്ലോക്ക് കമ്മിറ്റിയും ഇങ്ങനെ പണം അയക്കും. ആ പണത്തിന്റെ കണക്കാണ് ഇതിലുള്ളത്. ഓരോ ബ്ലോക്ക് കമ്മിറ്റി അയക്കുന്നത് ഇങ്ങനെ അയക്കുക. ഓരോ പേജും നിങ്ങൾക്കൊക്കെ ഇത് ഇവിടുന്ന് പരിശോധിക്കാം. ഓരോരുത്തർ അയക്കുന്ന അങ്ങനെ പേജുകൾ, ഇത്രയും പേജ് ഉണ്ട്. ഈ 213 ബ്ലോക്ക് കമ്മിറ്റിക്കും നേരിട്ട് ഈ വെർച്വൽ അക്കൗണ്ടിലേക്ക് പണം അയക്കാം. ഞങ്ങൾ ഇത് വളരെ വ്യക്തതയോടുകൂടി നേരത്തെ തന്നെ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് തിരുവനന്തപുരത്ത് നിന്ന് ഞാനും സനോജും ഉൾപ്പെടെയുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഇത് കാണിച്ചു. കാരണം അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലായിരുന്നു ഞങ്ങളുടെ ഈ പണപ്പിരിവിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച. ഇത്രയൊക്കെ കിട്ടുമോ? അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ ഔദ്യോഗികമായിട്ട് പറയാ ഇത്രയും പണം കിട്ടിയിട്ടുണ്ടാവില്ല. കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വക്താവ് പത്രസമ്മേളനം വിളിച്ചു പറയാ ഞങ്ങൾ ആക്രി ഫെഡറേഷന്റെ ഭാരവാഹികളാവേണ്ടവരാണ്, അല്ലാതെ ഇത്രയൊക്കെ പണം എങ്ങനെയാ സമാഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണം പിരിക്കുക, മുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഒരു പ്രയാസമുണ്ട്. ഞങ്ങൾ ആക്രി ഫെഡറേഷന്റെ ഞങ്ങളെ ആക്രി ഫെഡറേഷന്റെ ഭാരവാഹികളാക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഈ സമൂഹത്തിന്, ഈ പാവപ്പെട്ടവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പണിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ ഇടപെട്ടിട്ടാണ് ഈ പണം സമാഹരിച്ചത്. അതിന്റെ കണക്ക് രേഖയൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഈ മേശപ്പുറത്ത് വെക്കുന്നത്. ഇത് ഇന്ന് വെക്കുന്നതല്ല. നിങ്ങൾ തന്നെ ഇതിനു മുൻപും വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതേ രേഖ ഇതിനു മുൻപും വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ വെക്കുന്നത് ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നമുക്കൊക്കെ അറിയാം. ഇന്ന് സാക്ഷാൽ എം.എം. കാരശ്ശേരി പോലും, കാരശ്ശേരി ആരാ? എം.എം. കാരശ്ശേരിനെ നിങ്ങൾക്കറിയാലോ. കോൺഗ്രസ്സുകാർ തോറ്റുപോയാൽ അവർ BJP ആയി പോവും, അതുകൊണ്ട് നിങ്ങൾ അവരെ തോൽപ്പിക്കരുത് എന്ന് ഈ സമൂഹത്തോട് അഭ്യർത്ഥന നടത്തിയ ആളാണ് എം.എം. കാരശ്ശേരി. ആ എം.എം. കാരശ്ശേരി പറയാണ്
പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. അവർ രണ്ടുപേരും വന്ന് തറക്കല്ലിട്ടതാണ്. ഈ നാടിനോട് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കരുത് എന്ന് എമ്മങ്കാരശ്ശേരിക്ക് പോലും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ ചർച്ചകളിൽ നിന്നൊക്കെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഞങ്ങളെ ഡിവൈഎഫ്ഐയെ ഇത്രയും പണം പിരിച്ച് ഏറ്റവും മാതൃകാപരമായി ടൗൺഷിപ്പ് പ്രൊജക്റ്റിലേക്ക് പണം കൊടുത്ത ഡിവൈഎഫ്ഐ, അതിന്റെ രേഖകളാണിത് ഞങ്ങൾ കൊടുത്തതിന്റെ. ഈ സ്റ്റേറ്റ്മെന്റിലും ഞങ്ങൾ പണം അയച്ച അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊടുത്ത ചെക്കും അതിന്റെ ഡേറ്റും എല്ലാം ഇതിലുണ്ട്. ഇത് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്കും ചോദിച്ചാൽ കിട്ടുന്ന രേഖയാണ്. ഈ രേഖ ഞാൻ നിങ്ങൾക്കും തരാം. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ രേഖയാണ്. ഇത്രയും സുതാര്യമായി, സത്യസന്ധമായി, ധൈര്യസമേതം ഞങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിരിച്ചതിന്റെ കണക്കും ഞങ്ങൾ കൊടുത്തതിന്റെ കണക്കും ഞങ്ങളിൽ ബാക്കിയുള്ള പണവും എല്ലാം. അപ്പൊ ഇവര് ഒരു വീഡിയോ ഒക്കെ ചെയ്ത്, ചില ആളുകൾ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഇനിയിപ്പോ ആ പേര് പറഞ്ഞിട്ട് നമ്മൾ പ്രയാസമാവണ്ട, വീഡിയോ ചെയ്തിട്ട് ഇവർ 10 മാസം മുമ്പാണല്ലോ പണം കൊടുക്കാമെന്ന് പറഞ്ഞത്, അങ്ങനെ ചെക്ക് കൈമാറിയത്, പിന്നെ ബാക്കി പണം കൊടുത്തത് പിന്നെയാണല്ലോ. അപ്പൊ അതിന്റെ പലിശ എന്തായി നോക്കണം നിങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന പലിശയുടെ അത്ര പോലും ഇവർ ഇത്രയും കൊല്ലം, 2 കൊല്ലം പിരിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവരാണ് ആ പലിശയുടെ കാര്യം ഞങ്ങളോട് ചോദിക്കുന്നത്. എത്ര വിരോധാഭാസ! ഞങ്ങളുടെ എല്ലാ പണവും ഈ അക്കൗണ്ടിലുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യാം, കനറ ബാങ്കിൽ തന്നെ അതാത് സമയത്ത് ആ മാനേജറോട് സംസാരിച്ച് കുറച്ച് പണം അവിടെ തന്നെ FD ആക്കി അതിന്റെ പലിശയും ആ എമൗണ്ടും ഒക്കെ ഇതിലേക്കാണ് വരിക. എല്ലാം ഇതിലാണ്. 1 രൂപ പോലും ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങോട്ടും ഉപയോഗിക്കുന്നില്ല. ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്കാണ് ആ പലിശയും എല്ലാം വരുന്നത്. ഈ പണവും അതിന്റെ ബാക്കിയൊക്കെ ഇതിലുണ്ട്. ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ 176 TV വാങ്ങുന്നതിന് പണം കൊടുത്തത്. ആ സമയത്തും ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി, ഇപ്പൊ ഇതാ ടൗൺ ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. കോഴിക്കോട് ടൗണിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഷാജിയാണ് എന്റെ കൂടെ ഉള്ളത്. ഷാജി ഉൾപ്പെടെ ഇവരുടെ ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ പല ബ്ലോക്ക് കമ്മിറ്റികളും ഞങ്ങൾക്ക് ഈ TV കൊടുക്കുന്നതിൽ പങ്കാളികളാകണം. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ നേരത്തെ ഉള്ള അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് പണം അയക്കണം. ആ പണം അയക്കും. അതും ഇതിലുണ്ട്. 12,000 രൂപ അതുപോലെ ചില അയച്ചവരുണ്ട്, 15,000 അയച്ചവരുണ്ട്, 20,000 അയച്ചവരുണ്ട്. അതൊക്കെ ഇതിൽ അയച്ചിട്ടുണ്ട്. ഈ പണം ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മറ്റൊരു ആക്ടിവിറ്റിക്കും ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നില്ല. ഇതിലെ വിഡ്രോവലിന്റെ എല്ലാം ഡീറ്റെയിൽസും ഇതിലുണ്ടല്ലോ, ഇതിലുണ്ട്, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആർക്കും പരിശോധിക്കാം. ഇത്ര 256 പേജുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ മുമ്പിൽ പ്രിന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പരിശോധിക്കാം. ഞങ്ങൾ പറഞ്ഞു, VD സതീശനോട് ഒരാളെ പറഞ്ഞയക്കണം നിങ്ങൾ, എന്നിട്ട് ഇത് പരിശോധിക്കണം. കാരണം ഒരു പുകമറ സൃഷ്ടിക്കരുത്. ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇത്രയും ട്രാൻസ്പെറന്റ് ആയി, ഇത്രയും സുതാര്യമായി ഇടപെട്ട് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയ സംഘടനയെ അവർ അഭിനന്ദിക്കണ്ട, ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഇത് ഇനി വരുന്ന യുവജന സംഘടനകൾക്ക് ഇനി ഒരു അപകടം ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ ഇടപെടുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഇത്രയായിരിക്കും. അത് ആലോചിക്കണ്ടേ ഇവര്? ഇത്രയും രേഖകൾ മുൻനിർത്തി ഇത്രയും പണം പിരിച്ച് അത് ഏറ്റവും മാതൃകാപരമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു സംഘടനയെ അവർ വീണ്ടും സംശയത്തിന് മുന്നിൽ നിർത്തുക. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ കോൺഗ്രസിന്റെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഫോണിൽ മീഡിയ 1 ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെയും വരിക, അദ്ദേഹം അല്ലാതെയും പറയുന്നു അവ കേട്ടത്. അതിൽ അദ്ദേഹം പറയാ, ഡിവൈഎഫ്ഐ ഇത്രയൊന്നും പണം പിരിച്ചിട്ടില്ല, ഇത് കോർപ്പറേറ്റ് ഫണ്ടാണ് എന്ന്. നോക്കണം നിങ്ങൾ, എവിടേക്കാണ് ഇവർ ഈ കൺഫ്യൂഷൻ, ഇങ്ങനെ ഒരു പുകമറകൾ സൃഷ്ടിക്കുന്നത്? എല്ലാ രേഖകളും കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി സംശയമുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം. അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കൊക്കെ ചോദിക്കാം, ഞങ്ങളെ പണം കൊടുത്തിട്ടുണ്ടോ, ഞങ്ങളെ പണം എവിടുന്നാണ് വന്നത്, ഇനി അല്ല നിങ്ങൾ വന്നാൽ ഇപ്പൊ ഈ രേഖയും ഒക്കെ കയ്യിലുണ്ട്. എന്നിട്ടും ഇങ്ങനെ ചോദിച്ച് അന്തരീക്ഷത്തിൽ നുണകൾ കൊണ്ട് ഒരു മറ സൃഷ്ടിക്കാം എന്ന് കോൺഗ്രസ് ശ്രമിക്കുക. അതിന് കരുതുക അവര് അങ്ങനെ സൃഷ്ടിക്കാമെന്ന്. നുണകൾ കൊണ്ട് മറ സൃഷ്ടിച്ച് അവരുടെ നേരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് കോൺഗ്രസ് കരുതിയാൽ അത് അവർക്ക് തെറ്റി. ഇനി കോൺഗ്രസിനോടാ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളുടെ രേഖകളൊക്കെ ഇങ്ങനെ കാണിച്ചല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ്, 2 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് വാ തുറന്നത്. പണം എവിടെ, ആപ്പെവിടെ, വീടെവിടെ കോൺഗ്രസേ എന്ന് ഈ നാട് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇപ്പൊ ഗത്യന്തരമില്ലാതെ
കനകലുവോ മറ്റോ പറഞ്ഞു, ആ കണക്കെങ്കിലും അങ്ങ് പറഞ്ഞേക്ക്, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. എന്നിട്ട് ഡിവൈഎഫ്ഐക്കാരെ കുറച്ച് തെറി പറഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ചു പോകാം എന്ന് അവർ കരുതി. പക്ഷേ നാട് വിട്ടോ, കോൺഗ്രസ്സുകാർ വിട്ടോ, ഇപ്പൊ എം എൻ കാരശ്ശേരിയെ പോലെയുള്ളവർ വിട്ടോ. 5.5 കോടി മാത്രമാണ് കിട്ടിയെന്നാണ് പറയുന്നത്. അതിന്റെ കണക്കൊക്കെ അവർ പറയട്ടെ. ഏതായാലും അവർ പറയാണ്, KPCCയുടെ പ്രസിഡന്റ്, ഞങ്ങൾക്ക് ഭൂമി വാങ്ങാൻ പോലും പണം കിട്ടിയിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യമുണ്ട് ഈ കോൺഗ്രസിനോട്. ഒന്ന്, എന്തേ നിങ്ങൾക്ക് പണം കിട്ടാതിരുന്നത്? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ 230 വീടിന് വേണ്ടി പണം പിരിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിവൈഎഫ്ഐ പിരിച്ചതിന്റെ 1/4 പോലും സമാഹരിക്കാൻ പറ്റിയില്ല? നിങ്ങളെ ഈ സമൂഹത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, നിങ്ങൾ പിരിച്ച പണം മുക്കിയതാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതാണോ? നിങ്ങൾ പറയണ്ടേ? KC വേണുഗോപാൽ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വലിയ ക്യാമ്പൊക്കെ നടത്തി വയനാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വീടെവിടെ, ആപ്പെവിടെ, പണം ഇത്ര പിരിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് പണമില്ല. പറഞ്ഞില്ലേ? എന്നാൽ ഇപ്പോ നോക്കൂ, നിങ്ങൾ എല്ലാ ചാനലിലും, യൂട്യൂബിലും, FM-ലും, റോട്ടിലിറങ്ങിയാലും എല്ലാം ഇവരുടെ പരസ്യമുണ്ട്. വലിയ രീതിയിൽ പരസ്യം വരിക. അതിൽ തന്നെ വാഗ്ദാനങ്ങളുണ്ട്. അത് തന്നെ കേട്ടാൽ ചിരി തോന്നും. 3000 രൂപ കൊടുക്കും. ആളുകളോട് പറയാ, പെൻഷൻ 3000 കൊടുക്കും, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കും, KSRTC-യിൽ സൗജന്യ യാത്ര. ഈ വയനാടിന്റെ പേരിൽ പണം പിരിച്ച് മുക്കിയവർക്ക് എങ്ങനെയാ ഈ ജനം ഈ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് വോട്ട് ചെയ്യുക? അവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഇവർ പറയണ്ടേ? ഇതിലുള്ള പ്രശ്നം മറ്റൊന്നാണ്. ഇവർക്ക് പണം കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം. പണം കിട്ടിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടും എന്തിനാണ് ദേശീയ നേതാക്കളെ ഉപയോഗിച്ച് ഇവർ തറക്കല്ലിട്ടത്? മറുപടി പറ. സ്ഥലം വാങ്ങുന്നതിന്റെ പണം പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത കോൺഗ്രസ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇങ്ങനെ ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയത്? അതിന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? പറയട്ടെ. ഈ തറക്കല്ലിട്ട സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സോണിയാഗാന്ധി വയനാടിന്റെ MP കൂടിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ വയനാടിന്റെ MP കൂടിയാണ്. ആ പ്രിയങ്ക ഗാന്ധി ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. പണമില്ലാതെ ഇങ്ങനെ തറക്കല്ലിടൽ മാമാങ്കം നടത്തി ജനങ്ങളെ വഞ്ചിച്ചതിന് ഈ കോൺഗ്രസിനെ വിശ്വസിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ വിശ്വസിച്ച് തറക്കല്ലിടാൻ ഞാൻ കൂട്ടുനിന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ മാപ്പാക്കണം എന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകണം. മറ്റൊന്ന്, ഇവരുടെ ആപ്പ് ഇപ്പോ കാണുന്നില്ല. ആപ്പ് മുക്കി. സാക്ഷാൽ VD സതീശൻ പറയുന്നത് ആപ്പ് മുക്കിയിട്ടില്ല എന്നായിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് VD സതീശൻ പറഞ്ഞ മറുപടി ഉണ്ട്. അത് ആവർത്തിച്ച് ഈ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ വീഡിയോ അത്. ആപ്പ് കാണുന്നില്ല എന്നാ ചോദ്യം. അത് ക്ലോസ് ചെയ്തു. അത് ആവശ്യമുള്ള പണമായി, അപ്പൊ ക്ലോസ് ചെയ്തു. ആയോ പണം? ഈ ആപ്പ് ഇവിടെ ഇവർ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ആപ്പ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞല്ലോ. ആ ആപ്പ് VD സതീശൻ പറഞ്ഞു അത് അവർ തന്നെ ക്ലോസ് ചെയ്തതാണ്. എന്തിനാ അങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ജനം അറിയണ്ടേ? അടിമുടി ദുരൂഹതയാണ്. പണം കിട്ടിയിട്ടില്ല, ആവശ്യത്തിന് പണമില്ല എന്നും പറയുന്നു. ഈ VD സതീശൻ ഞങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു വീട് പണി എന്തായി എന്ന്. തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് വീട് പണി തുടങ്ങും എന്ന് പറഞ്ഞതാ. നിങ്ങളോട് പറഞ്ഞു അവിടെ വീട് പണി തുടങ്ങി എന്ന്. പണമില്ലാത്ത കോൺഗ്രസ് എന്തിനാണ് വീട് പണി തുടങ്ങി എന്ന് ഈ സമൂഹത്തോട് നുണ പറഞ്ഞത്? അതും ഈ സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യമാണ്. അങ്ങനെ നുണ പറഞ്ഞ് അവർ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചു.
ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ DYFI അവിടേക്ക് പോയത്. ഞങ്ങൾ പോയി, നിങ്ങളും വന്നു, നിങ്ങളിൽ പലരും വന്നു. അവിടെ പണി തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനു വേണ്ട ഒരു ഒരുക്കവും അവർ നടത്തിയിട്ടില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത് പണമില്ല. പണമില്ലാതെ, സ്ഥലം സ്വന്തമാവാതെ എങ്ങനെയാണ് പണി തുടങ്ങുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ജനത്തോട് നിങ്ങൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറയേണ്ടതും, ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ കോൺഗ്രസ് ഉഡായിപ്പ് കോൺഗ്രസ് ആണ്. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന കോൺഗ്രസ് ആണ്. നുണ പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവരാണ്. ഇവരെ ഈ ജനം തിരിച്ചറിയണം, മനസ്സിലാക്കണം, ഇവരെ അകറ്റി നിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ വർഗീയത കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി കളയാം എന്ന് BJPയും മുസ്ലിം ലീഗും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. BJPയുടെ നേതാക്കന്മാർ വന്ന് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയാ. അവര് തന്നെ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ വീണ്ടും പർവ്വതീകരിച്ച് ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുക. മറുവശത്ത് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ അവര് ബോധപൂർവമായി വർഗീയതയെ ഉപയോഗപ്പെടുത്തുക. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി വർഗീയതയെ ഉപയോഗിക്കുന്നത് തീക്കളിയാണ്. അത് അവസാനിപ്പിക്കണം എന്നാണ് DYFIക്ക് പറയാനുള്ളത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, നിങ്ങളും പലരും വാർത്ത കൊടുക്കുന്നു, പ്രസംഗിക്കുന്നത് സാമുദായിക താല്പര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള നിലക്ക് ആവശ്യപ്പെടുക. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, നിങ്ങൾ കേട്ട് കാണും ആ പ്രസംഗം, ഒരു ആയിഷ ഫർസാന, വനിതാ ലീഗിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. ആ പ്രസംഗം നിങ്ങൾ കേൾക്കുകയും അത് ചിലപ്പോൾ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം ഒരു അഷ്റഫ് ഇടനീർ നേരത്തെ പ്രസംഗിച്ചതാ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ, കാസർഗോഡ് തന്നെയാണ്. ഇവരുടെ പ്രസംഗങ്ങൾ ഈ സമൂഹത്തിൽ യഥാർത്ഥ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതാ, മുസ്ലിം ലീഗിന്റെ ഈ കുടുംബയോഗങ്ങളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രസംഗം. 2 സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തീവ്രമായി മതപരമായി ചർച്ച ചെയ്തവരാണ്. ഒന്ന് ഇവിടെ മത്സരിക്കുന്നു, എന്താ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ ഇവിടേക്ക് പോകുന്ന സ്വർഗത്തിലേക്ക് പോകുന്നു പ്രസംഗിച്ച ആളാണ്. മറ്റൊരാള് മതമാണ് പ്രശ്നം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതിനെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമാണോ ഇവിടെ ഉണ്ടായത്? അതുകൊണ്ട് ഇതെല്ലാം ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഈ വർഗീയ പ്രചരണത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെ പിന്മാറ്റാൻ ഈ സമൂഹത്തിൽ ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസിൽ ആരെങ്കിലും, മതനിരപേക്ഷ വിശ്വാസികളായ ആരെങ്കിലും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കണം. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്നൊരു അഭിപ്രായമൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഇടക്കാലത്ത് മുസ്ലിം ലീഗ് ഇപ്പോ തീവ്രമായ വർഗീയത പറയാ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശങ്ങൾ കേട്ട് എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇവര് തീവ്രമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ചില വീഡിയോസ് ആണ് ഇതിലുള്ളത്. അതിലൊന്ന് കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അവര് SIR-നെ മുൻനിർത്തി ഈ സമൂഹത്തിൽ വോട്ട് തട്ടാൻ ശ്രമിച്ചു. SIR ഉണ്ടാക്കിയത് അത് ഇവിടെ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് വോട്ട് ചോദിച്ചുകൊണ്ട് അവർ പറയുക പലയിടങ്ങളിലും. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ഫർസാനയുടെ പ്രസംഗം, അതുപോലെ തന്നെ മതമാണ് പ്രശ്നം എന്നുള്ള പ്രസംഗം ഇവിടെ ഉണ്ടോ?
ഇത് മറ്റൊരു വോയിസ്. അത് ഒന്ന് ഫസ്റ്റ് അടിക്കുക, അടുത്ത് വന്നോട്ടെ. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിങ്ങൾ ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. അതിലെല്ലാം ഒന്നില്ലേ? കേട്ടല്ലോ, ഇത് അവസാനം പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കണം. അത് KM ഷാജിയാ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നേരത്തെ ISIS-നോട് ഉപമിച്ച ആളാണ് ഈ KM ഷാജി. ആ നിലപാട് KM ഷാജി മയപ്പെടുത്തി. അപ്പോ KM ഷാജിക്ക് നല്ല പരിഗണന ലീഗിൽ കിട്ടി. എന്നാൽ MK മുനീർ നിങ്ങളൊക്കെ പോയി ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്തല്ല, സമസ്തയെ പോലെ EK സുന്നി പോലെ ഒരു സംഘടനയല്ല എന്ന് ആവർത്തിച്ച് MK മുനീർ പറഞ്ഞു. അതിൽ നിന്ന് വ്യക്തമാണ് ഈ സൗത്ത് മണ്ഡലത്തിൽ മത്സരിക്കാൻ MK മുനീറിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ MK മുനീറിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. എന്നാൽ മതമാണ് പ്രശ്നം എന്ന് പറയുന്നവരും മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്താൽ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി അങ്ങനെ ആ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നവരുമൊക്കെ ഇപ്പോ മുസ്ലിം ലീഗിൽ വലിയ പരിഗണന കിട്ടുന്നവരായി മാറുക. ഇത് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയ മുതലാണ്. അതാണ് ഏറ്റവും തീവ്രമായി വരുന്നത്. ഇവിടെ ബോധപൂർവമായി ധ്രുവീകരണത്തിനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇവർ പിന്തിരിയണം. UDF-ൽ ആരെങ്കിലും ഈ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ പറയണം. അധികാരത്തിന് വേണ്ടി, അധികാര രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഈ വർഗീയത ഉപയോഗിക്കുന്നത് തീക്കളിയാണ് എന്നാണ് DYFIക്ക് പറയാനുള്ളത്. BJP ഒരു ഭാഗത്ത് BJPയും RSSും എല്ലാം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കാം എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന് മറ്റൊരു തരത്തിൽ മറുപടി കൊടുക്കുക എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ധ്രുവീകരണത്തിലേക്ക് ഇപ്പുറത്ത് മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കുമ്പോ ഇത് അപകടമാണ്. ഈ കേരളത്തിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സാഹോദര്യത്തോടെ നമുക്കെല്ലാവർക്കും നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കേരളത്തിലകത്ത് ജീവിക്കാൻ സാധിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാത്ത നാടാണ് ഈ കേരളം. ആ കേരളത്തെ അതുപോലെ നിലനിർത്തി പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വർഗീയ പ്രചരണങ്ങളെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയണം. ഇതെല്ലാം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നുകൂടിയാണ് DYFI ഇവിടെ പറയുന്നത്. വയനാട് ഫണ്ടിലേക്ക് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു കാര്യം CSR ഫണ്ട് വന്നു പല കമ്പനികളുടെ നിന്നാണ്. അങ്ങനെ വന്നിട്ടില്ല. ഒരു രൂപ പോലും വന്നിട്ടില്ല. ഒരു രൂപ വന്നിട്ടില്ല. അതാണ് നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാ ഞാൻ ഈ പറഞ്ഞത്. ഓരോ ബ്ലോക്ക് കമ്മിറ്റികളുടെയും രേഖ അത് കഴിഞ്ഞ് ഇതാ 266 പേജുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇതിലെവിടെയാണ് CSR ഫണ്ട് വന്നത്? അവർ പറയട്ടെ. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾ ടേബിളിൽ വെക്കല്ലേ ഞാൻ. നിങ്ങൾ പരിശോധിച്ചോ അതിലെവിടെയാണ് ഈ CSR ഫണ്ട് വന്നത്? ഈ സമൂഹത്തിൽ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്ന കോൺഗ്രസിനെ ഈ നാട് തിരിച്ചറിയണം. കോൺഗ്രസിൽ ഏതെങ്കിലും നല്ല രീതിയിലൊക്കെ ചിന്തിച്ച് നമ്മുടെ നാട് നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവര് ഇവരെ ഒന്ന് തിരുത്തണം. ഇനി അവർക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അവർ വരണം. ഇനിയിപ്പോ ഞാൻ തന്നെ ഇവിടെ വന്ന് വെച്ച സ്റ്റേറ്റ്മെന്റ് മാത്രം കാര്യമാക്കണ്ട. നിങ്ങൾ ആര് പോയാലും ഞങ്ങൾ അവിടെ അതിന് ഏർപ്പാട് ചെയ്യാം. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഈ ബാങ്കിൽ നിങ്ങൾക്ക് വരാം, പരിശോധിക്കാം, ഒക്കെ ചെയ്യാം. പട്ടത്തുള്ള നമ്മുടെ ബാങ്കിൽ ആ ടെമ്പിൾ ബീച്ച് റോഡിലാണ് ബ്രാഞ്ച് ഉള്ളത്. നിയർ കാഞ്ഞിരവിലകം ടെമ്പിൾ ബീച്ച് റോഡ്, പട്ടത്തുള്ള തിരുവനന്തപുരം, പട്ടത്തല്ല പേട്ടയുള്ള ബ്രാഞ്ചിൽ. ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ വരാം, ആർക്ക് വേണേലും ഒന്ന് പരിശോധിക്കാം. ഇനി അവിടെയുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. ഇനിയിപ്പോ CSR ഫണ്ട് വന്നാൽ ഏതെങ്കിലും ഒരു കമ്പനി വെളിപ്പെടുത്തണ്ടേ? അവരുടെ ഒക്കെ ഇതൊക്കെ രേഖയായിരിക്കില്ലേ? CSR ഫണ്ടിനൊക്കെ രേഖ ഉണ്ടാവില്ലേ? ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇടപെട്ട് പിരിച്ച് ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റികൾ അതാത് സമയത്ത് രേഖപ്പെടുത്തിയ, അവർ പത്രക്കാരോട് പറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ടാവല്ലോ, പ്രാദേശിക ലേഖകന്മാരൊക്കെ അത് വാർത്ത കൊടുത്തതല്ലേ? ഇപ്പൊ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഇത്ര പണം പിരിച്ചു, ഇവിടെ കോഴിക്കോട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി ഇത്ര പണം പിരിച്ചു, അവരവരുടെ ഫേസ്ബുക്ക് പേജിലും അവർ അന്നത്തെ പത്രക്കുറിപ്പിലും ഒക്കെ അറിയിച്ചതല്ലേ? ഈ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതല്ലേ? എന്നിട്ടും നോക്കൂ നിങ്ങൾ, ഒരു മാധ്യമ പ്രവർത്തകന് ചോദിക്കേണ്ട തരത്തിലേക്ക് അവർ സംശയമുണ്ടാക്കി. അതാണ് അതാ ഞാൻ പറഞ്ഞത്. അതെ, CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് അതെ, എന്തൊരു തമാശ നോക്കൂ നിങ്ങള്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. അതെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾക്ക് പോലും സംശയം ഉണ്ടാകുന്ന തരത്തിലേക്ക് നുണ പറയാനുള്ള ഒരു ശേഷി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. സംശയം ജനിപ്പിക്കുക, ഇത്രയും സുതാര്യമായി പണം പിരിച്ചിട്ട് ഈ സമൂഹത്തിൽ. ഇവിടെ ഈ സമൂഹം അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, DYFIയുടെ 1/4 പോലും പണം സമാഹരിക്കാൻ ശേഷിയില്ലാത്തവരാണോ കേരളത്തിലെ കോൺഗ്രസ് എന്ന്. അതാ ചോദ്യം. എന്നിട്ട് അവര് ഈ പണം പിരിച്ചതിനെ ഇപ്പോ CSR ഫണ്ടാണ് എന്ന് പറയാ. എങ്ങനെയാ ഇവരെയൊക്കെ വിശ്വസിക്കുക? ഓക്കെ, DYFI വോട്ടിനെ വേണമെന്നും വേണ്ടെന്നൊന്നും ഒരു കാലത്തും പറയാറില്ലല്ലോ. അതൊക്കെ പറയേണ്ട ആളുകളോട് നിങ്ങൾ ചോദിക്കുക. MA ബേബി സഖാവ് നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു. അതേ നിലപാട് തന്നെയാണ്. വർഗീയതയോട് ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യാറില്ല. വർഗീയത പറഞ്ഞ്, അതേ പറഞ്ഞത്, വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കരുത്. ഈ പറയുന്ന സംഘടനകൾ ആർക്കും, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിൽപ്പെട്ടവർ ചിലപ്പോ അവരാർക്കാ വോട്ട് ചെയ്യുന്നത്, അവരെ വോട്ട് വേണ്ട, അതൊന്നല്ല. ഒരു സംഘടന എന്നുള്ള നിലക്ക് ആ സംഘടനയോട് സഖ്യം ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കി എന്ത് ചെയ്യരുത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. അത് അവർക്കൊരു പിന്തുണ കൊടുക്കുന്നത് പോലെയാണ്. അല്ല, ഞങ്ങൾ ഈ നിലപാട് ഇപ്പോ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ആവശ്യം എന്താ? അല്ല, അതിന്റെ ആവശ്യം എന്താ? അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഈ വോട്ട് ആരുടേത് വേണം. ഒന്നാമത് ഞാൻ സ്ഥാനാർത്ഥിയല്ല, അത് ശരിയല്ല. വർഗീയതക്കെതിരെ അതിലൊന്നൊരു തർക്കവും വേണ്ട. ഞങ്ങൾ മുൻപ് പറഞ്ഞ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്, ഉറച്ചു നിൽക്കുന്നത്. മറ്റേതൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല. ഇത് ഞങ്ങൾ നേരത്തെയും ഇവരെ കുറിച്ച് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. വർഗീയമായ ചേരിതിരിവിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചത്. SDPI ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ അവരുടെ വീഡിയോയും കാണിക്കുമായിരുന്നു, ഒരു തർക്കവുമില്ല. അതാത് സമയത്ത് അവർ ചെയ്ത ചെയ്തികളെ അതേ അർത്ഥത്തിൽ DYFI പ്രതിരോധിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല, അതിലൊന്നൊരു തർക്കവും വേണ്ട. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന നിലപാടുകളെ നമ്മൾ അംഗീകരിക്കില്ല. അതാണ് അത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകരുത്. അത് SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും BJP ആയാലും RSS ആയാലും ഒക്കെ ഒരേ നിലപാടാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമ്മളാരും കണ്ടില്ല. ഇപ്പൊ കണ്ടോ അവരുടെ സ്റ്റേറ്റ്മെന്റ്? എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാധ്യമ പ്രവർത്തകരുടെ ഈ കോൺഗ്രസിന്റെ ഒക്കെ ഒരു ആഗ്രഹം, ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ സഖ്യത്തിലാണ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? അല്ലേ? ഉണ്ടോ? ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ചവരാണല്ലോ, അതിന് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തവരാണല്ലോ നിങ്ങൾ.
നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. ആരുടെ കൂടെ മത്സരിച്ചത്? ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മത്സരിച്ച സീറ്റിൽ ഇവർ മത്സരിച്ചോ? UDF മത്സരിച്ചോ? ഇല്ല. എത്ര പഞ്ചായത്തുകളിലുണ്ട് അങ്ങനെ? അതാ പ്രശ്നം. അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു സംഘടന ആർക്ക് വോട്ട് ചെയ്യുന്നു ആർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പറയാൻ ഇപ്പോ ഞാൻ അതിന് തയ്യാറല്ല.